പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഉദയം എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. യേശുവിൻ്റെ വരവോടുകൂടി ഈ ഭൂമിയിൽ ഉദയം ചെയ്ത ദൈവരാജ്യത്തിൻ്റെ സവിശേഷതകൾ ഉപമകളിലൂടെ യേശു പഠിപ്പിക്കുകയുണ്ടായി. ഉപമകളിലൂടെ യേശു നൽകുന്ന ദൈവരാജ്യത്തിൻ്റെ സന്ദേശം ഗ്രഹിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ പഠന പരമ്പരയിലൂടെ നമ്മൾ നടത്തുന്നത്. ഇന്ന് നമ്മൾ ചെറിയ ഒരു ഉപമയാണ് പഠിക്കാൻ പോകുന്നത്. 2 പുത്രന്മാരെക്കുറിച്ച് യേശു പറഞ്ഞ ഒരു കഥ. മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ഈ ഉപമ നമുക്ക് വായിക്കാം. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മകനെ, പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. ഞാൻ പോകാം എന്നവൻ പറഞ്ഞു. എങ്കിലും പോയില്ല. അവൻ രണ്ടാമൻ്റെ അടുത്ത് ചെന്ന് ഇത് തന്നെ പറഞ്ഞു. അവനാകട്ടെ, എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി. ഈ 2 പേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്? അവൻ പറഞ്ഞു, രണ്ടാമൻ. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവൻ വിശ്വസിച്ചു, നിങ്ങളത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുതപിച്ചില്ല. ദൈവ വചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, ചെറിയ ഒരു കഥ, വളരെ സ്വാഭാവികമായ ഒരു കഥ, വളരെ എളുപ്പം മറുപടി പറയാൻ സാധിക്കുന്നതാണ് കഥ. പക്ഷേ ആ കഥയുടെ പിന്നിലുള്ള ഒരു യാഥാർത്ഥ്യം അത് വളരെ ശക്തമാണ്. ഇപ്പോൾ സ്നേഹമുള്ളവരെ, വളരെ ലളിതമായ ഒരു കഥയാണിത്. 2 പുത്രന്മാരുടെ കഥ. 2 പുത്രന്മാരുടെ കഥ വാസ്തവത്തിൽ ലൂക്ക എഴുതിയ സുവിശേഷത്തിലും കാണുന്നുണ്ട്. കുറെ കൂടി ദീർഘമാണ്. ലൂക്ക എഴുതിയ സുവിശേഷം 15 അധ്യായം 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ഒരു കഥ പറയുന്നുണ്ട്. അതിന് നമ്മൾ സാധാരണ ധൂർത്തപുത്രൻ്റെ കഥ എന്നാണ് പറയുക. നമ്മൾ പഠന വിഷയമാക്കിയതാണ്. ധൂർത്തപുത്രൻ്റെ കഥയല്ല, വാസ്തവത്തിൽ സ്നേഹം ധൂർത്തടിക്കുന്ന പിതാവിൻ്റെ കഥയാണ്. അവിടെയും 2 പുത്രന്മാരുണ്ട്. ഇളയ പുത്രൻ തെമ്മാടിയായിരുന്നു, എല്ലാം വാങ്ങി നശിപ്പിച്ചു, അവസാനം തിരിച്ചു വന്നു. മൂത്ത പുത്രൻ വിശ്വസ്തനായി നിന്നു, പക്ഷേ പിതാവിൻ്റെ ഹിതം മനസ്സിലാക്കിയിരുന്നില്ല. അപ്പോൾ മൂത്തപുത്രനും ഇളയപുത്രനും തമ്മിലുള്ള ഒരു വ്യത്യാസം എടുത്തു കാണിക്കുന്ന സുദീർഘമായ ഒരു വിവരണം ലൂക്ക നൽകിയിട്ടുണ്ട്. പല ബൈബിൾ പഠിതാക്കളും ഗ്രന്ഥകാരന്മാരും ബൈബിൾ പണ്ഡിതന്മാരും പറയാറുണ്ട്, മത്തായി എഴുതിയ സുവിശേഷത്തിലെ കഥയാണ് യേശു പറഞ്ഞത് ആധികാരികമായിട്ട്. അതിൻ്റെ ലൂക്ക കൊടുക്കുന്ന ഒരു വിശദീകരണമാണ് രണ്ടാമത്തെന്ന് പറയാറുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് മറുപടി പറയുക എളുപ്പമല്ല ആയിരിക്കാം, പക്ഷേ സാധ്യത കുറവാണ്. എന്നാലും ഈ 2 പുത്രന്മാരെ കുറിച്ച് പറയുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യമേ, ഒന്ന്, ഇത് സാഹചര്യം. ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ഏത് കഥയാണെങ്കിലും ഏത് വാക്യമാണെങ്കിലും ഏതു സാഹചര്യത്തിലാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. പലപ്പോഴും യേശുവിൻ്റെ ജീവിത സാഹചര്യത്തിൽ തന്നെയായിരിക്കാം, ചരിത്രപരമായ സാഹചര്യം തന്നെയായിരിക്കാം അത്. മറ്റു ചിലപ്പോൾ സുവിശേഷകൻ വ്യക്തമായി എടുത്തു കാണിക്കുന്ന ഒരു യാന്ത്രികമായ സാഹചര്യമായിരിക്കാം. പക്ഷേ നമുക്ക് പ്രധാനം ഇവിടെ സുവിശേഷത്തിൽ എപ്രകാരമാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്, അതിന് മുമ്പും അതിന് പിമ്പും വരുന്ന കാര്യങ്ങൾ എന്താണ്? റീഡിങ് ദ ടെക്സ്റ്റ് ഇൻ ഇറ്റ്സ് കോണ്ടെക്സ്റ്റ്. പാഠം അതിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ വായിച്ച് മനസ്സിലാക്കണം. നമ്മൾ ഓർക്കണം, 21 അധ്യായത്തിലാണ് മത്തായി ഈ സംഭവം ഈ ഉപമ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 21 അധ്യായം ആരംഭിക്കുന്നത് ജെറൂസലത്തേക്കുള്ള യേശുവിൻ്റെ രാജകീയ പ്രവേശത്തോടു കൂടിയാണ്. അതിൻ്റെ തൊട്ടു പിന്നാലെ വരുന്ന ദേവാലയ ശുദ്ധീകരണമാണ്. ദേവാലയത്തിൽ കടന്നുകൂടുകയും അവിടുന്ന് വ്യാപാരികളെ പുറത്താക്കുകയും ശക്തമായ താക്കീതുകൾ നൽകുകയൊക്കെ ചെയ്യുന്ന സംഭവം. അതിന് തൊട്ടു പിന്നാലെ വരുന്ന അത്തിവൃക്ഷത്തെ ശപിക്കുന്ന ഒരു സംഭവമാണ്. അത്തിവൃക്ഷത്തെ ശപിക്കുന്ന സംഭവം അതിനുശേഷം യേശുവിൻ്റെ അധികാരം ചോദ്യം ചെയ്യുന്നു. അപ്പോൾ ജെറൂസലം ദേവാലയത്തിൽ ചെയ്ത പ്രവർത്തനങ്ങളുടെ ആധികാരികത, ഇത് ചെയ്യാൻ നിനക്ക് എന്ത് അവകാശമുണ്ട്, എന്ത് അധികാരമുണ്ട് എന്ന ചോദ്യവുമായി ഫരിസേയർ നേതാക്കന്മാരെ യേശുവിനെ സമീപിക്കുമ്പോൾ യേശു ഒരു മറുചോദ്യം കൊണ്ടാണ് അവരെ നേരിടുക. നിങ്ങളോട് പറയും, സ്നാപക യോഹന്നാൻ്റെ സ്നാനം അവൻ എവിടുന്നാണ് വന്നത്? സ്നാപകന് കൊടുത്ത അധികാരം കൊടുത്തത് ആരാണ്? അവൻ്റെ അധികാരം, സ്നാനം ദൈവത്തിൽ നിന്നാണോ മനുഷ്യനിൽ നിന്നാണോ?
അതിനൊരു മറുപടി പറയാൻ മടിച്ചു. ഇപ്രകാരമാണ് പറയുക. യേശു ചോദിച്ചു, യോഹന്നാൻ ജ്ഞാനസ്നാനം എവിടെ നിന്നായിരുന്നു? സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? അവർ പരസ്പരം ആലോചിച്ചു. സ്വർഗത്തിൽ നിന്ന് നാം പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്നവൻ ചോദിക്കും. മനുഷ്യരിൽ നിന്ന് പറഞ്ഞാലോ നാം ജനക്കൂട്ടത്തെ ഭയപ്പെടണം. എന്തെന്നാൽ എല്ലാവരും യോഹന്നാനെ ഒരു പ്രവാചകനായി പരിഗണിക്കുന്നു. അതിനാൽ അവർ യേശുവിനോട് മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. സൗകര്യപൂർവം നുണ പറയുന്ന വ്യക്തികൾ, അഥവാ സത്യത്തെ മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന, യഥാർത്ഥ ബോധ്യം മറച്ചുവെച്ചുകൊണ്ട് അറിഞ്ഞുകൂടാ എന്ന് നടിക്കുന്നവർ കാപട്യമാണ്. അപ്പോൾ യേശു പറഞ്ഞു, എന്തധികാരത്താലാണ് ഞാനിത് ചെയ്യുന്നതെന്ന് നിങ്ങളോടും പറയുന്നില്ല. അപ്പോൾ ചോദ്യം ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ യഹൂദ നേതൃത്വത്തിൻ്റെ മുമ്പിലാണ് യേശു ഈ കഥ അവതരിപ്പിക്കുന്നത് എന്ന് പ്രസക്തമാണ്. അതിന് തൊട്ടു മുമ്പേ സംഭവിച്ചത് ദേവാലയത്തിലുള്ള കടന്നുകയറ്റമാണ്. യേശു ദേവാലയത്തെ അശുദ്ധമാക്കിയവർക്കെതിരെ ശക്തമായ ചില പരാമർശങ്ങൾ നടത്തിയതിന് ശേഷമാണ് ഇവിടെ വരിക. അത്തിവൃക്ഷം തന്നെ വാസ്തവത്തിൽ ഇതിൻ്റെ പ്രതീകമായി മാറുന്നു. ഇലകൾ മാത്രമായി തഴച്ചു വളരുന്ന അത്തിവൃക്ഷം, ഫലമൊന്നുമില്ലാത്ത അത്തിവൃക്ഷം, അവിടെ ഫലം തേടി വരുന്ന യേശു ഫലം കാണാത്തത് കൊണ്ട് അതിനെ ശപിക്കുന്നു. ആരും ഇന്നൊരിക്കലും നിന്നെ ഫലം ഭക്ഷിക്കാതിരിക്കട്ടെ. തൽക്ഷണം ആ അത്തിവൃക്ഷം ഉണങ്ങിപ്പോയി എന്നാണ് മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മർക്കോസും സുവിശേഷത്തിലാണ് പിറ്റേ ദിവസം ഉണങ്ങി എന്നാണ് കാണുക. ഏതായാലും ഇതെല്ലാം പ്രതീകങ്ങളാണ്. ജെറൂസലം ദേവാലയത്തിലുള്ള ആധികാരികമായ പ്രവേശം, ദേവാലയത്തിലുള്ള പ്രവർത്തനങ്ങൾ, അത്തിവൃക്ഷത്തിൻ്റെ ശാപം, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് യേശു ഈ കഥ പറയുന്നത്. അപ്പോൾ ഈ കഥ ജെറൂസലമും ഇസ്രായേൽ ജനവുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ് എന്നതിന് സംശയമില്ല. ഇനി രണ്ടാമത്തെ കാര്യം ഈ കഥയുടെ തന്നെ വിശേഷമാണ്. ഇപ്പോൾ 2 പുത്രന്മാരെ കുറിച്ച് പറയുന്നു. ഇതൊരു ചോദ്യമാണ്. ഇവിടെ ചോദ്യത്തിന് ഉത്തരം പറയാനൊരു നിർബന്ധിതരുമാകും. അപ്പോൾ യേശുവിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്തവരോടാണ് യേശു ഒരു ചോദ്യം ചോദിക്കുക, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതിന് മറുപടി പറയാൻ ഒരു ബാധ്യസ്ഥരാണ്. പിന്നെ വരുന്ന കാര്യമാണ് ഒരു തർക്ക വിഷയമായിരിക്കുന്നത്. ഒരു മനുഷ്യൻ 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇതിൽ ആദ്യത്തെ പുത്രനാണോ രണ്ടാമത്തെ പുത്രനാണോ? ആദ്യത്തെ പുത്രൻ പോകാമെന്ന് പറഞ്ഞു പോയില്ല എന്നാണോ? ആദ്യത്തെ പുത്രൻ പോകില്ല എന്ന് പറഞ്ഞു പോയി എന്നാണ്. അപ്പോൾ ഇതിന് പലപ്പോഴും പല ടെക്സ്റ്റുകളിലും പല വിവർത്തനങ്ങളിലും ആദ്യത്തവൻ പോകില്ല എന്ന് പറഞ്ഞു പോയി, രണ്ടാമത്തവൻ പോകാമെന്ന് പറഞ്ഞു പോയില്ല എന്നാണ് കാണുക. അപ്പോൾ ഏത് പുത്രനാണ് പോയത്, ഏത് പുത്രനാണ് പോകാത്തത്? ഇതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുമ്പോൾ വളരെ വ്യാപകമായ പ്രശ്നങ്ങളിലൂടെ കാണാം. പിന്നിലേക്ക് പോകുമ്പോൾ പല പുരാതന കൈയെഴുത്ത് പ്രതികളിലും ഈ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് എങ്ങനെയാണ് തീരുമാനിക്കുക? BOC ബൈബിളിൽ ഞങ്ങൾ വിവർത്തനം ചെയ്യുന്ന കാലഘട്ടത്തിൽ ഈ വ്യത്യസ്തമായ പല കൈയെഴുത്ത് പ്രതികളും കണ്ടതിന് ശേഷം ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുകയാണ് ചെയ്തത്. കാരണം പൊതുവായി നോക്കുമ്പോൾ ഈ മൂത്ത പുത്രൻ എന്നത് ഇസ്രായേൽ ജനത്തെ, വിശ്വസ്തത പാലിക്കുന്ന, വിശ്വസ്തരാണെന്ന് കരുതുന്ന ഇസ്രായേൽ ജനത്തെയും, ഇളയപുത്രൻ അവിശ്വസ്തരായി പാപികളായി മുദ്ര കുത്തപ്പെടുന്നവരെയുമാണ് സുവിശേഷങ്ങളിൽ പൊതുവെ ചിത്രീകരിക്കുന്നത്. ഇവിടെ ഇത് മാത്രമായിട്ട് ഇതിന് മാറ്റം ഉണ്ടാകേണ്ട കാര്യമുണ്ടെന്ന് തോന്നിയില്ല. തന്നെയുമല്ല, ഏറ്റവും ആധികാരികമായ വറ്റിക്കാൻ കോഡെക്സ് എന്ന് പറയുന്ന 4-ാം നൂറ്റാണ്ടിലെ ബൈബിൾ കൈയെഴുത്ത് പ്രതിയിൽ, ഏറ്റവും ആധികാരികമായ പ്രതിയിൽ ഇത് തന്നെയാണ് കാണുന്നത്. ആകട്ടെ, അതുകൊണ്ട് ഈ പുത്രന്മാർ ഏത് പുത്രൻ എന്നതിന് അതിൽ തന്നെ ഉള്ള പ്രസക്തി നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റിവെക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഇപ്രകാരമാണ്: അവൻ ഒന്നാമൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മകനെ പോയി മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. സാധാരണ ജോലിയാണ്. പിതാവ് മകനോട് പറയുന്നു ജോലി ചെയ്യാൻ. അവൻ പോകാം എന്ന് പറഞ്ഞു, പക്ഷേ പോയില്ല. രണ്ടാമത്തവനോട് അടുത്ത് എന്ന് പറഞ്ഞു. അവനാകട്ടെ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. എങ്കിലും പശ്ചാത്തപിച്ച് പിന്നീട് അവൻ പോയി. ഈ 2 പേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്? ആദ്യത്തവൻ പോകാമെന്ന് പറഞ്ഞ് പോയില്ല, രണ്ടാമത്തവൻ പോകില്ല എന്ന് പറഞ്ഞ് പോയി. 2 പേരും വാസ്തവത്തിൽ പിതാവിനോട് അവിശ്വസ്തത കാണിച്ചവരാണ്. പോകാമെന്ന് പറഞ്ഞ് പോകാതിരിക്കുന്നത് വലിയ അവിശ്വസ്തതയാണ്. പോകില്ല എന്ന് പറയുന്നത് വാസ്തവത്തിൽ അതുപോലെ വിശ്വസിക്കണം. പക്ഷേ രണ്ടാമത്തവൻ പശ്ചാത്തപിച്ചു. അവിടെ വ്യത്യാസമുണ്ട്. ആദ്യത്തവൻ പോകാമെന്ന് പറഞ്ഞു പോയില്ല, രണ്ടാമത്തവൻ പോകില്ല എന്ന് പറഞ്ഞു, പക്ഷേ പശ്ചാത്തപിച്ചു പോയി. അതുകൊണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു തരത്തിലും സംശയമില്ലാത്ത രീതിയിൽ പറയാൻ സാധിക്കും, രണ്ടാമത്തവനാണ്. ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്? അവർ പറഞ്ഞു രണ്ടാമൻ. അപ്പൊ നോക്കൂ, വളരെ വ്യക്തമാണ് കഥയിൽ. അവർക്കത് പറയാതെ നിവൃത്തിയില്ല. പക്ഷെ ആരാണ്, ആരെക്കുറിച്ചാണ് യേശു ഇത് പറയുന്നത്? എന്താണ് ഈ കഥയുടെ പിന്നിലുള്ള സാരം? ആരാണ് ഈ പിതാവ്? ആരാണ് ഈ പുത്രൻ? ഈ കഥ എന്നെക്കുറിച്ച് തന്നെയാണ് പറയുന്നതെന്ന് മറുപടി പറഞ്ഞു കഴിയുമ്പോഴാണ് മനസ്സിലാവുക. അതാണ് യേശു പറയുന്ന കഥകളുടെ മർമ്മവും.
ഇവിടെ പിതാവായ ദൈവം ആണ് പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. ഈ മൂത്തപുത്രൻ എന്ന് പറയുന്ന ആദ്യപുത്രൻ എന്നാണ്. പോകാമെന്ന് പറയുന്നു. പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. ഇസ്രായേലിന്റെ പുത്രനാണ് എൻ്റെ ആദ്യജാതൻ. പുറപ്പാട് പുസ്തകം 4-24 വാക്യത്തിൽ പറഞ്ഞു വെച്ചതാണ്. ഈജിപ്തിൽ നിന്ന് അവരെ ശക്തമായ കരത്താൽ മോചിപ്പിച്ച് മരുഭൂമിയിലൂടെ കൊണ്ടുവന്നതാണ്. കടൽ കടത്തി മരുഭൂമിയിലൂടെ നയിച്ചു കൊണ്ടുവന്നു. സീനായിൽ വെച്ച് സ്വന്തം ജനമായി സ്വീകരിച്ചു. ഉടമ്പടിയിലൂടെ സ്വന്തം ജനമായി സ്വീകരിച്ചു. എൻ്റെ പുത്രൻ. ഇപ്രകാരം എൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുന്ന ഇസ്രായേൽ ജനത്തിന്റെ പ്രതീകമാണ് മൂത്തമകൻ. അവർ അനുസരിക്കാൻ കടപ്പെട്ടവരായിരുന്നു. പക്ഷേ ഇസ്രായേലിന്റെ ചരിത്രം പ്രവാചകന്മാരിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണുന്നത് അവിശ്വസ്തയുടെ, മരുഭൂമിയിലെ അവിശ്വസ്തയുടെ ഘട്ടമായിരുന്നു. ഇസ്രായേലിന്റെ സാമ്രാജ്യകാലം മുഴുവനും ഇപ്രകാരമുള്ള അവിശ്വസ്തയുടെ ചരിത്രമാണ് കാണുക. പോകാം എന്ന് പറയും, പോയില്ല. പക്ഷേ അവിടെ മതാത്മകതയ്ക്ക് യാതൊരു കുറവുമില്ല. ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു കാണുന്നതാണ്. ദേവാലയത്തിൽ തീർത്ഥാടനം നടത്തുന്നവരുണ്ട്. എല്ലാ വർഷവും 3 തവണ തീർത്ഥാടനം നടത്തുന്നവർ, എല്ലാ ആഘോഷങ്ങളിലും പങ്കുചേരുന്നവർ, ഗ്രാമങ്ങൾ തോറും സിനഗോഗുകളിൽ പോയി പ്രാർത്ഥിക്കുന്നവർ. മതാത്മകമായ ഒരു ചടങ്ങുകൾക്കും കുറവില്ല. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന കാരുണ്യം, വിശ്വസ്തത, നീതി അത് സമൂഹത്തിലില്ലാതായി പോകുന്നു. അപ്പോഴേ വെറും 3 വാക്യങ്ങളിൽ ഒതുങ്ങിയിരിക്കുകയാണ് ഉപമ. രണ്ടാമത്തെ ആരെക്കുറിച്ചാണ് പറയുക? പോവില്ല എന്ന് പറഞ്ഞവൻ, മനസ്തപിച്ചു പോകുന്നവൻ. അതിന്റെ വിശദീകരണം യേശു കൊടുക്കുകയാണ് പിന്നീട്. അപ്പോൾ നിങ്ങൾ അവിശ്വസ്തരായി പാപികളായി മുദ്ര കുത്തിയിരിക്കുന്ന വ്യക്തികളാണവർ. അതുകൊണ്ടാണ് അവൻ പറയുന്നത്. രണ്ടാമൻ യേശുവിനോട് അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരുടെ പുറകെ പോകുമെന്നല്ല അർത്ഥം. ബിബ്ലിക്കൽ ഭാഷയിൽ, ബൈബിളിൻ്റെതായ ഭാഷയിൽ നിങ്ങൾക്ക് മുമ്പേ അവർ പോകുമെന്ന് പറഞ്ഞാൽ അവർ മാത്രമേ പോവുകയുള്ളൂ. നിങ്ങൾ വരുമ്പോൾ അടഞ്ഞ വാതിലായിരിക്കും കാണുക. അപ്പോൾ യേശുവിനെ അതിൻ്റെ അധികാരം ചോദ്യം ചെയ്തവർ, ദേവാലയത്തിൻ്റെ കാവൽക്കാരായ പുരോഹിതന്മാരും പ്രവാചകന്മാരും സദ്ദുക്കാരും ഉൾപ്പെടുന്ന ഈ സമൂഹം, യേശുവിനെ ചോദ്യം ചെയ്യുന്ന ആ സമൂഹത്തോടാണ് യേശു പറയുന്നത്, നിങ്ങൾക്ക് മുമ്പേ ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ഇത് വലിയ ഒരു താക്കീതാണ്, അല്ല ഒരു വിധി പ്രസ്താവം തന്നെയാണ്. ഇത് വളരെ ശക്തമായ സംഘട്ടനത്തിലേക്ക് നയിക്കുന്നതാണ് ഈ വാക്കുകൾ. മുഖത്തടിക്കുന്ന പോലുള്ള സംഭാഷണമല്ലേ ഇത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇപ്രകാരം ഒരു പ്രതികരണം യേശുവിൻ്റെ ഭാഗത്തു നിന്ന്. ദേവാലയത്തിൽ സംഭവിച്ചത് അവർ കണ്ടു കഴിഞ്ഞതാണ്. ദേവാലയത്തിൽ മേശകൾ തട്ടിമറിക്കുകയും പ്രാവുകൾ കൂടുകൾ അഴിച്ചു വിടുകയും നാണയങ്ങൾ വാരിത്തൂകുകയും ചാട്ടവാറുണ്ടാക്കിയവരെല്ലാം പുറത്താക്കുകയും ചെയ്ത സംഭവം വാസ്തവത്തിൽ ഒരു കടന്നാക്രമണമായിരുന്നു. അതിന് തുടർച്ചയായിട്ടുള്ള വിശദീകരണമാണ് ഇവിടെ സംഭവിക്കുക. എന്താ ഇപ്രകാരം രോഷാകുലനാവാൻ? പക്ഷേ അക്രമാസക്തമായ രീതിയിലുള്ള പ്രവർത്തനവും സംസാരവും ആരോടാണ് പറയുക? യേശു പറയുന്നു ഇതാണ്, നിങ്ങൾക്ക് മുമ്പേ ഇവരായിരിക്കും. ആരാണ് ഈ ചുങ്കക്കാരും വേശ്യകളും? ചുങ്കക്കാർ നമുക്കറിയാം, റോമക്കാർക്ക് വേണ്ടി നികുതി പിരിക്കാനായിട്ട് നിയുക്തരായിരുന്നു. ഉദ്യോഗസ്ഥന്മാരാവാം, കോൺട്രാക്ട് പിടിച്ചവരാവാം, സക്കേവൂസിനെ പോലെയും മത്തായിയെ പോലെയും ഒക്കെ ഉള്ളവർ. അവർ വിദേശീയരോട് കൂട്ടുചേരുന്നു, വിദേശീയരുമായി സഖ്യത്തിലായതിൻ്റെ പേരിൽ അവർ പാപികളായി പരിഗണിക്കപ്പെടുകയാണ്. പാപികളും ചുങ്കക്കാരും പാപികളും ബൈബിളിൽ സുവിശേഷം പൊതുവേ കാണുന്ന ഒരു ഒരു വിശേഷണമാണ് ചുങ്കക്കാരും പാപികളും. വേശ്യകളാരാണ് നമുക്കറിയാം. സമൂഹം വേശ്യാവൃത്തിക്ക് ഏതെങ്കിലും തരത്തിൽ നിർബന്ധിതരായവരാണ്. വിവാഹ ജീവിതത്തിൽ വിശ്വസ്തത പാലിക്കാതെ പോകുന്നവർ പരസ്യമായി പാപികളാണ്. അവരെല്ലാം ദൈവരാജ്യത്തിന് പുറത്താണെന്ന് വളരെ വ്യക്തമായിട്ട് നേതാക്കന്മാർക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ പാപികളായി ഔദ്യോഗിക മതം മുദ്രകുത്തി പുറത്താക്കിയവരാണ് ഇന്ന് ഈ ദേവാലയ സംരക്ഷകരെക്കാൾ അധികമായി ദൈവഹിതം നടപ്പിലാക്കുന്നതെന്നും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതെന്നും പറയുന്നത് തീർച്ചയായിട്ടും മനസ്സിലാക്കാനോ സ്വീകരിക്കാനോ ഏറെ ബുദ്ധിമുട്ടുണ്ട്. ഇന്നും ഇത് പ്രസക്തമാണ്. കാരണം എന്താ യേശു പറയുന്നത് നോക്കുക. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവൻ വിശ്വസിച്ചു, അത് കണ്ടിട്ടും നിങ്ങൾ അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുതപിച്ചില്ല. ഇവിടെ 2 വ്യത്യസ്ത മനോഭാവങ്ങളാണ് യേശു എടുത്ത് കാണിക്കുന്നത്. ഒരു ഭാഗത്ത് നിന്ന് ഞങ്ങൾ വിശുദ്ധരാണ് എന്ന് വിചാരിക്കുന്ന, ഞങ്ങളാണ് മതത്തിൻ്റെ കാവൽക്കാർ, ഞങ്ങളാണ് ദൈവത്തിൻ്റെ വക്താക്കൾ, സംരക്ഷകർ എന്ന് വിചാരിക്കുന്ന ഔദ്യോഗിക മത നേതാക്കൾ.
മറുഭാഗത്തു നിന്ന് അവർ തന്നെ പാപികളായി മുദ്ര കുത്തി പള്ളിക്ക് പുറത്താക്കിയ, ദൈവത്തിന് പോലും വേണ്ടാത്തവരായി, ദൈവം ശാസിച്ച് ശിക്ഷിക്കുന്നവരായി കരുതപ്പെടുന്ന ചുങ്കക്കാരും വേശ്യകളും പാപികളുടെ പൊതുവായ സംജ്ഞയാണ്. ഇപ്പോൾ രണ്ട് വിഭാഗങ്ങളായി നിൽക്കുക, രണ്ട് തട്ടിൽ: ദൈവവിശ്വാസികളും വിശ്വാസമില്ലാത്തവരും, ഭക്തരും ഭക്തിയില്ലാത്തവരും. അപ്പോൾ ഈ സാഹചര്യത്തിൽ യേശു എടുക്കുന്ന നിലപാട് വളരെ ശ്രദ്ധേയമാണ്, ഇന്നും വളരെ പ്രസക്തവുമാണ്, ഒരുപക്ഷെ വളരെ അപകടകരവുമാണ്. ഈ നിലപാട്, നിങ്ങൾക്ക് മുമ്പേ ചുങ്കക്കാരും വേശ്യകളും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും, നിങ്ങളാകട്ടെ പുറന്തള്ളപ്പെടും എന്ന് പറയുന്നതിന് മുഖ്യമായ കാരണം നിങ്ങൾ വിശ്വസിച്ചില്ല, നിങ്ങൾ അനുതപിച്ചില്ല എന്നാണ്. അത് വളരെ വ്യക്തമായി യേശു മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മലയിലെ പ്രസംഗത്തിന്റെ അവസാനം മത്തായി എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിലാണ് ഇങ്ങനെ കാണുക: കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. വിളിച്ചപേക്ഷിക്കുന്നത് കൊണ്ട് മാത്രം, ഉറക്കെ വിളിച്ചു കൂവിയതുകൊണ്ട് മാത്രം ആരും രക്ഷ പ്രാപിക്കുന്നില്ല. വിശ്വാസം പരസ്യമായി വാക്കിലൂടെ മാത്രം ഏറ്റുപറയുന്നത് കൊണ്ട് ആരും വിശ്വാസിയായി തീരുന്നില്ല എന്നാണ് യേശു പഠിപ്പിക്കുക. കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നതുകൊണ്ട് ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. പിന്നെ എന്താണ് ആവശ്യം? പ്രവൃത്തിയുണ്ടാകണം. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം ചത്തതാണെന്ന് യാക്കോബ് ശ്ലീഹ പറഞ്ഞിട്ടുണ്ട്. നിർജീവമാണ്. നിർജീവമായ വിശ്വാസത്തിന്റെ ജഡം, ചീഞ്ഞഴിയുന്ന ദുർഗന്ധം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വ്യാപിക്കുന്നില്ലേ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഒരുപാട് ഭക്തി പ്രസ്ഥാനങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. തീർത്ഥാടനങ്ങൾ, ധ്യാനങ്ങൾ, ആഘോഷങ്ങൾ, ആഡംബരങ്ങൾ, തിരുനാളുകൾ, കൺവെൻഷനുകൾ, എന്തിനാ കുറവ്? കേരളത്തെ പോലെ മതാത്മകത ഇത്രമാത്രം ശക്തമായിട്ടുള്ള വേറെ ഏതെങ്കിലും ഭാഗം ലോകത്തുണ്ടോ എന്നറിയില്ല. പക്ഷെ ഇതുപോലെ ഹീനമായ രീതി അധപതിക്കുന്നവരും ചുരുക്കമല്ല എന്ന് കാണാം, അധികമില്ല എന്ന് കാണാം. എന്തേ ഇങ്ങനെ സംഭവിക്കാൻ? ദൈവത്തിൻ്റെ പേരിൽ, അത് ഇസ്ലാമിലാണെങ്കിലും ഹിന്ദുവിലാണെങ്കിലും ക്രിസ്ത്യാനിലാണെങ്കിലും എവിടെയാണെങ്കിലും ദൈവത്തിൻ്റെ പേരിൽ ഉള്ള ആഘോഷങ്ങൾക്ക് ഒരു കുറവുമില്ല. പക്ഷേ ഇവിടെ യേശു പറയുന്ന ഈ ഒരു കാര്യം, നിങ്ങൾ വിശ്വസിച്ചില്ല, അനുതപിച്ചില്ല. ഞാൻ ചെയ്യുന്നത് ശരിയാണോ? എൻ്റെ പ്രവൃത്തി നീതിയിലേക്ക്, സത്യത്തിൽ അടിസ്ഥിതമാണോ? സാഹോദര്യത്തിലേക്ക് നയിക്കുന്നതാണോ? എന്തും നീതിബോധമാണ് എനിക്കുള്ളത്? എൻ്റെ അയൽക്കാരനെ സഹോദരനായി കാണാൻ ഞാൻ സന്നദ്ധമാകുന്നുണ്ടോ? ഇല്ലെങ്കിൽ എൻ്റെ ഈ പ്രാർത്ഥന ആരുടെ മുമ്പിലാണ് ഞാൻ അവതരിപ്പിക്കുക? കർത്താവ് പറഞ്ഞ കാര്യം നമുക്കറിയാം, ചുങ്കക്കാരൻ്റെയും ഫരിസേയൻ്റെയും പ്രാർത്ഥന. ദൈവത്തിന് മുമ്പിൽ എല്ലാ വലുപ്പങ്ങളും എടുത്തു പറഞ്ഞ്, ഞാൻ മറ്റുള്ളവരെ പോലെയൊന്നുമല്ല, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയുമല്ല, ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്നു, സമ്പാദിക്കുന്നതിനെല്ലാം ദശാംശം കൊടുക്കുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവത്തിന് മുമ്പിൽ വമ്പു പറഞ്ഞ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി പാവപ്പെട്ട ചുങ്കക്കാരൻ കടന്നുപോയി യേശു പറയുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുക. എന്ന് പറഞ്ഞാൽ, ഒരു ഭാഗത്തു നിന്ന് ആർഭാടങ്ങളിലൂടെ പ്രകടനാത്മകമായ ഒരു മതാത്മകത വർദ്ധിച്ചു വരുമ്പോൾ യഥാർത്ഥമായ ഭക്തിയും വിശ്വാസവും സ്നേഹവും സാഹോദര്യവും നീതിയും കരുണയും ഇല്ലാതായി പോകുന്നു. കരുണയുടെ ഉറവിടം വറ്റിപ്പോകുന്ന ഒരു സമൂഹം. അവിടെ കർത്താവിൻ്റെ ഈ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതു മകനാണ് പിതാവിഹിതം നിർവഹിച്ചത്? ഇപ്രകാരം ആർഭാടങ്ങൾ നടത്തുന്നവരാണോ? ഇപ്പോൾ ദേവാലയങ്ങൾ ഉണ്ടാക്കാനും പെരുന്നാൾ ആഘോഷിക്കാനും മത്സരിക്കുന്ന പോലെ തോന്നും പലപ്പോഴും. അത് എല്ലാ മതങ്ങളിലും. ഇവിടെ ഇപ്രകാരമുള്ള കൊട്ടിഘോഷങ്ങളിലൂടെയാണോ, വലിയ ആർഭാടം നിറഞ്ഞ ഘോഷയാത്രകളിലൂടെയാണോ ദൈവഹിതം നിർവഹിക്കുക? ഏതു ദൈവത്തെയാണ് നമ്മൾ ഇപ്രകാരം പ്രഘോഷിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഫരിസേയർക്ക് പറ്റിയ ഏറ്റവും വലിയ ഗതികേട് ഇതായിരുന്നു. ദേവാലയത്തിൽ മോടി പിടിപ്പിക്കുന്ന ഒരു കുറവുമുണ്ടായില്ല, ബലിയർപ്പണങ്ങൾക്ക് യാതൊരു കുറവുമുണ്ടായില്ല, തീർത്ഥാടനങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. പക്ഷേ അവസാനം യേശു പറയുന്നുണ്ടല്ലോ, ഈ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിപ്പിക്കപ്പെടും. കാരണം നിന്റെ സന്ദർശനത്തിന്റെ ദിനം നീ അറിഞ്ഞില്ല. ദേവാലയത്തിൽ കടന്ന് ശുദ്ധീകരിക്കാനുണ്ടായ കാരണം തന്നെ ആ ദേവാലയം എന്തിനു വേണ്ടി പ്രതിഷ്ഠിച്ചിരുന്നുവോ അതിന് കടകവിരുദ്ധമായ സംഭവങ്ങൾ നടന്നതുകൊണ്ടാണ്. അത് കച്ചവട കേന്ദ്രമായി മാറി, വ്യാപാര കേന്ദ്രം, അത്ഭുതങ്ങൾ വിൽക്കുന്ന കേന്ദ്രങ്ങളായി മാറുമ്പോൾ യഥാർത്ഥത്തിൽ നീതിയും കാരുണ്യവും ഇല്ലാതായി പോയെങ്കിൽ ആ ദേവാലയത്തിന് പോലും നിലനിൽപ്പില്ല എന്നാണ് യേശു പഠിപ്പിച്ചത്. അപ്പോൾ ഇവിടെ യേശുവിൻ്റെ ഈ താക്കീത്, യേശുവിൻ്റെ ഈ നിർണായകമായ പ്രവർത്തനം ഇന്ന് ഏറെ പ്രസക്തിയുള്ളതാണ്. നമ്മൾ ഓർക്കുക, നമ്മൾ മൂത്ത മക്കളാണ്, പുത്രന്മാരാണെന്ന് വിചാരിച്ച് അഹങ്കരിച്ചതുകൊണ്ട് കാര്യമില്ല. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു, എല്ലാ കൂദാശകളും സ്വീകരിക്കുന്നു, എങ്കിലും എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥമായ മാനസാന്തരം ഉണ്ടാവുന്നില്ലെങ്കിൽ
വിശ്വസിക്കത്തക്ക വിധം അനുതപിച്ചില്ല എന്ന് ഫരിസേയരോട് പറഞ്ഞത് അതേ നമ്മളെക്കുറിച്ചും പറയാൻ സാധ്യതയുണ്ടാവും. അപ്പോൾ യഥാർത്ഥ അനുതാപം എങ്ങോട്ടാണ് നയിക്കേണ്ടത്? യഥാർത്ഥമായ മാനസാന്തരം ദൈവത്തിലേക്ക് നയിക്കണം. എല്ലാം ദൈവത്തിന് ദാനമാണെന്നുള്ള ബോധ്യത്തിലേക്ക്, അത് പങ്കുവയ്ക്കാനുള്ള ഉത്തരവാദിത്വത്തിലേക്ക്. ഇതൊന്നും എനിക്ക് സ്വന്തമായി നൽകിയിരിക്കുന്നതല്ല. എൻ്റെ സ്വത്തും എൻ്റെ കഴിവും എൻ്റെ സമയവും എല്ലാം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനായിട്ട് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഹൃദയം തുറന്ന് കീശ തുറന്ന് പങ്കുവയ്ക്കുന്ന ഒരു ഐക്യത്തിലേക്ക്, നീതിയിലേക്ക്, സാഹോദര്യത്തിലേക്ക് നയിക്കുന്ന ഒരു സമൂഹത്തെ നിർമ്മിക്കാൻ എൻ്റെ ആരാധനയ്ക്ക് സാധിക്കുന്നില്ല എങ്കിൽ, അതിനെന്നെ എൻ്റെ ഭക്തി പ്രേരിപ്പിക്കുന്നില്ല എങ്കിൽ, ഞാൻ തീർച്ചയായിട്ടും ചോദിക്കണം, ഞാൻ ഏത് ഭാഗത്താണ്? മൂത്തവനാണോ ഇളയവനാണോ? പോകാം എന്ന് പറഞ്ഞിട്ട് പോകാത്തവനെ പോലെയാണോ? പോകില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നവനെ പോലെയാണോ? നമ്മൾ ആരെയും വിധിക്കാതിരിക്കുക. കർത്താവെ കർത്താവിന് വിളിച്ച് അപേക്ഷിക്കുന്നവരല്ല ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്ന് പറഞ്ഞ യേശു പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പേ ചുങ്കക്കാരും വേശ്യകളും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്നത് വലിയ ശക്തമായൊരു താക്കീതാണെന്ന് ഓർക്കുക. നമ്മൾ ആരെയും നിരീശ്വരവാദികളായി, മതവിശ്വാസമില്ലാത്തവരായി, ദൈവമില്ലാത്തവരായി മുദ്ര കുത്തി മാറ്റി നിർത്താതിരിക്കുക. ദൈവം കാണുന്നത് ഹൃദയമാണ്. നമുക്കറിയാം, സമറിയാക്കാരൻ്റെ കഥ പറഞ്ഞപ്പോൾ 2 പേര് ഭക്തിയുടെ പ്രതീകങ്ങളായ പുരോഹിതനും ലേവായനും മുമ്പേ കടന്നുപോയി, കണ്ടിട്ടും കാണാതെ, വഴിയിൽ മുറിവേറ്റ് കിടന്നവനെ കാണാതെ കടന്നുപോയി. ആ സമയം പുണ്യവല വന്നവൻ സമൂഹം വെറുത്ത് മുദ്രകുത്തിയവനാണ് ചുങ്കക്കാരൻ അഥവാ സമറിയാക്കാരൻ, ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവൻ, നിരീശ്വരവാദി. പക്ഷെ അവനാണ് അലിവ് തോന്നിയത്. യേശു ചോദിച്ചു, ഇവരിൽ ആരാണ് അവൻ്റെ സഹോദരൻ? ഈ 3 പേരിൽ മുറിവേറ്റവൻ്റെ സഹോദരൻ ആരാണ്? അവനോട് അലിവ് തോന്നിയവൻ ആരോ അവൻ. അപ്പൊ ഹൃദയത്തിന് അലിവില്ലാതെ ഭക്തി കൊണ്ട് അർത്ഥമില്ല എന്ന് ഓർക്കുക. ദൈവത്തിൻ്റെ പേര് വിളിച്ച് മറ്റുള്ളവനെ കൊല്ലാൻ തുടങ്ങുമ്പോൾ എന്തു ദൈവമാണ് അവിടെയുള്ളത്? ഏത് ദൈവത്തെയാണ് ആരാധിക്കുക? എൻ്റെ വിശ്വാസം നീ സ്വീകരിക്കുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറയുമ്പോൾ എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ഏത് ദൈവത്തിനാണ് ഞാൻ ബലിയർപ്പിക്കുക? കായേൻ അർപ്പിച്ചതുപോലെ ബലിയാവുകയില്ലേ? ആബേലിനെ കൊന്ന് ബലിയർപ്പിച്ചതുപോലെ ആവുകയില്ലേ ആ ബലി സ്വീകരിക്കുമോ? ഇതാ നിന്റെ സഹോദരൻ രക്തം മണ്ണിൽ നിന്നെ വിളിച്ച് കരയുന്നു എന്ന ആ രക്തത്തിൻ്റെ നിലവിളി ദൈവം കേൾക്കാതിരിക്കുമോ? അപ്പോൾ നമ്മൾ ഈ 2 മക്കളുടെ കഥ പറയുമ്പോൾ ഇളയ മകനെ പുച്ഛിച്ച് പുറന്തള്ളാതിരിക്കുക, മൂത്ത മകനാണെന്ന് അഹങ്കരിക്കാതിരിക്കുക. യഥാർത്ഥമായ മാനസാന്തരം അതാണ് ആവശ്യം. ദൈവത്തിലേക്ക് കടന്നു വരിക. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ എന്നെ പഠിപ്പിക്കും, ഞാനും എൻ്റെ ചുറ്റുമുള്ള മനുഷ്യരെല്ലാവരും ദൈവത്തിന് പ്രിയപ്പെട്ട മക്കളാണ്. യു ആർ പ്രഷ്യസ് ടു മീ. നിങ്ങൾ എനിക്ക് വിലപ്പെട്ടവരാണ്, അമൂല്യരാണ്. നീയും നിൻ്റെ സഹോദരനും, അവൻ ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, അവൻ ഏത് പാർട്ടിയിൽപ്പെട്ടവനാവട്ടെ, ഏത് കൊടി പിടിക്കുന്നവനാവട്ടെ, എല്ലാം ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ്. അപ്പോൾ ആ പ്രിയപ്പെട്ട സഹോദരങ്ങളായി കാണാതെ ദൈവത്തെ നമുക്ക് പ്രീതിപ്പെടുത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് വാക്കുകൊണ്ട് മാത്രമാകരുത്. നിങ്ങളുടെ വിശ്വാസം വാക്കുകൊണ്ട് മാത്രം പ്രകടിപ്പിച്ചുകൊണ്ടായില്ല, അത് പ്രവൃത്തിയിലൂടെ പ്രകടമാകണം. അല്ലെങ്കിൽ അത് നിർജീവമായ വിശ്വാസമായി പോകും. ഇപ്രകാരമുള്ള ഒരു താക്കീത് നമുക്കും കൂടി ബാധകമാണെന്ന് ഓർക്കുക. അപ്പോഴേ യേശു പറയുന്ന കഥകൾ നിസ്സാരമല്ല. വാസ്തവത്തിൽ എളുപ്പമായി തോന്നിയെങ്കിലും ആ കഥയുടെ പിന്നിൽ വലിയ ആറ്റം ബോംബുകളുണ്ടെന്ന് ഓർക്കുക. നമ്മുടെ ഹൃദയത്തിൽ വലിയ സ്ഫോടനം ഉളവാക്കാൻ സാധിക്കുന്ന സ്ഫോടക വസ്തുവാണ് ഈ ഉപമ. സമൂഹത്തിൽ വലിയ വ്യതിയാനം വരുത്താൻ കഴിവുള്ളവരാണ് നമ്മളതിൻ്റെ അർത്ഥം ഗ്രഹിച്ചാൽ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, വാക്കുകളോട് മാത്രം അങ്ങയെ സ്തുതിക്കുകയും ആഘോഷങ്ങളിലൂടെയും ആഡംബരങ്ങളിലൂടെ മാത്രം അങ്ങനെയുള്ള വിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന കപട ഭക്തരാവാതെ അങ്ങനെ യഥാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് നീതിയും സ്നേഹവും കാരുണ്യവും യുദ്ധത്തിൽ പ്രകടമാക്കിക്കൊണ്ട് അങ്ങയുടെ യഥാർത്ഥ സാക്ഷികളാവാൻ, അങ്ങയുടെ യഥാർത്ഥമായ ഹിതം നടപ്പാക്കുന്നവരാവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ പരസ്പരമുള്ള വിദ്വേഷം ഒഴിവാക്കി എല്ലാവരും ഒരേ ദൈവത്തിൻ്റെ മക്കളാണെന്നും ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ എന്നും ഏതു പേരിൽ വിളിച്ചപേക്ഷിച്ചാലും കേൾക്കുന്നത് അവിടെ നിന്നാണെന്നുള്ള ബോധ്യം എല്ലാവർക്കും നൽകണമേ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും സാഹോദര്യത്തിലും കഴിയാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. അങ്ങനെ അങ്ങയുടെ ഉത്തമ മക്കളായി തീരാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര